പൂരത്തിന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ച എന്നാണ്. ആ കാഴ്ച ഇപ്പോൾ ഇവിടെ കൃത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നാൽ ഇത് എല്ലാ കൊല്ലത്തെയും പൂരം തന്നെയാണ് അല്ലേ മധുവേട്ട? ഒരു വ്യത്യാസമില്ല. എല്ലാ കൊല്ലവും നമ്മൾ ഈ സമയത്ത് എങ്ങനെയാണ് ആളുകൾ ഈ പൂരത്തിൻ്റെ ഭാഗമാകുന്നത്, എങ്ങനെയാണ് മേളം പൊട്ടിക്കയറുന്നത്, അതിനോടൊപ്പം ആളുകൾ താളമിട്ട് എങ്ങനെയാണ് ആ മേളത്തോടൊപ്പം ഇഴുകി ചേർന്നത്, അത് എല്ലാ കൊല്ലത്തെയും പോലെയുള്ള ഒരു കാഴ്ചയിലേക്ക് പോകുന്നത്. അത് പ്രത്യേകം എടുത്തു പറയണം. ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും വെടിക്കെട്ട് ഒഴിവാക്കുമ്പോഴും കുടമാറ്റം ചെറുതാക്കുമ്പോഴും മേളവും ആനയ്ക്കും കുറവില്ലായി തീരുമാനിച്ചു. കാരണം അതാണ് തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിവിടെ നിന്നതാണ് ഇതേ നിമിഷം ഇതേ സമയം ഇതേ ചൂടിൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടുതലുണ്ട്. എന്നാൽ ആ പൂരക്കാഴ്ചകൾ എങ്ങനെയാണ് എത്രയേറെ ആൾത്തിരക്കോടുകൂടി അല്ലെങ്കിൽ ആളുകളുടെ വലിയ ഒരു അകമ്പടിയോടുകൂടി മേളക്കാർ അവർക്ക് ഊർജ്ജം പകരുന്ന നിലയിൽ ആളുകളുടെ ഒരു പ്രോത്സാഹനം കിട്ടുന്ന നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ശരിയായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഘടകപൂരങ്ങളുടെ വരവാണ്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി 8 ഘടകപൂരങ്ങളിൽ 2 ഭാഗവും ഏകദേശം നടക്കുന്ന സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി 2-3 ഘടകപൂരം കൂടിയാണ് ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരാൻ, തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിച്ചേരാനുള്ളത്. തീർച്ചയായും വലിയ ആവേശത്തോടെ ആളുകൾ കൈയുയർത്തി അത് ചൂടിനെ അകറ്റാനുള്ള വീശലാണെങ്കിൽ പോലും അതും മേളത്തിൻ്റെ താളത്തിനനുസരിച്ചാണ് ഏറ്റവും സവിശേഷമായ കാര്യമാണ്. ഇപ്പോൾ ഈ മേളം നടക്കുന്നതുകൊണ്ട് മേളത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ടാ ഈ മേളങ്ങൾ അത് ഏത് വിധേന ആസ്വദിക്കണമെന്ന് തൃശ്ശൂരുകാരെ കണ്ട് പഠിക്കണമെന്നേ പറയും. കാരണം അവരുടെ കൈകൾ എങ്ങനെ പോകുന്നു, നേരത്തെ പറഞ്ഞ ആ ചേട്ടനെ കണ്ടാണ്, അവരുടെ തല എങ്ങനെ ആടുന്നു, അവരുടെ ശരീരം എങ്ങനെ ഉലയുന്നു എന്ന് തൃശ്ശൂരുകാരെ കണ്ട് പഠിക്കണം. അപ്പോൾ ആ കണ്ടുപഠിക്കുമ്പോൾ തന്നെ മേളത്തിലെ വ്യത്യസ്തതകളുണ്ട്. അത് കേരളത്തിൽ തന്നെ പല മേഖലകളും തിരിച്ച് പല മേളങ്ങൾക്കും കൂടുതൽ ഒരു അല്ലേ ആധിപത്യമലയിൽ അതിൽ മേള കലാകാരന്മാരുടെ കൂടുതൽ സാന്നിധ്യമുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോ ആ ഒരു കുട്ടി അവിടെ അച്ഛന്റെ തോളിലേറി നിന്ന് ആ പൂരം കാണുന്ന ഒരു കുട്ടിയെ കണ്ടിരുന്നു. ഒരു 4-5 വയസ്സായ ഒരു കുട്ടി. ആ കുട്ടിയുടെ ഈ 5-ാം വയസ്സ് തൊട്ട് ആ കുട്ടി ശീലിക്കുകയാണ് പൂരം. ആ കുട്ടി കേൾക്കാണ് മേളം. ഈ മേളം ഇപ്പോൾ കാണുന്ന ഈ 14 ആനപ്പുറത്ത് നടുപ്പന്തലിന് താഴെ പാണ്ടി കൊട്ടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനുള്ള ഓരോ വാദ്യോപകരണങ്ങളും ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ തൃശ്ശൂരിലെ വിവിധ ഗ്രാമങ്ങളുണ്ട്. തൃശ്ശൂരിലെയും പാലക്കാടെയും ഗ്രാമങ്ങൾ. സത്യം പറഞ്ഞാൽ കേരളത്തിലെ മേളത്തിന്റെ ചരിത്രം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചോറ്റാനിക്കര തൊട്ട് എറണാകുളത്തിന്റെ ചോറ്റാനിക്കര തൊട്ട് ഇങ്ങോട്ട് പാലക്കാട് പല്ലാവൂർ വരെ നീളാതീരത്തിന്റെയും പെരിയാറിന്റെയും ഒക്കെ തീരത്ത് നിന്ന് അവിടെ പൊട്ടി വന്ന, അവിടെ നിന്ന് ശീലിച്ചു വന്ന ഒരു തുടർച്ചയുണ്ട്. അവിടെ വളർന്നു വന്ന ഒരു പാരമ്പര്യമാണിത്. ഇത് തന്നെ നമ്മൾ പറയേണ്ടത്. ഇന്ന് തൃശ്ശൂർ പൂരത്തിന്റെ നമ്മൾ എലഞ്ഞിത്ര മേളം നേരത്തെ ആര് പറഞ്ഞു, അതിനു മുമ്പ് ഇപ്പോൾ മടത്തിൽ വരവ് തുടങ്ങിയായി. മടത്തിൽ വരവിലേക്ക് തിരുവമ്പാടിയിൽ നിന്ന് പാണ്ടി കൊട്ടി മടത്തിലേക്ക് പോയി കഴിഞ്ഞു. പണ്ട് ഒരു പൂരത്തിന് നെറ്റിപ്പട്ടം കിട്ടാത്ത ഘട്ടത്തിൽ സ്വർണ്ണ നെറ്റിപ്പട്ടം കൊടുക്കാൻ മൂപ്പിൽ സ്വാമിയാർ തയ്യാറായപ്പോൾ അന്ന് ഒരേറെ വ്യവസ്ഥയെ വെച്ചത് ആനകൾ അവിടെ വരണം, അവിടെ വന്ന് കൊണ്ടുപോകണം, അവിടെ തിരിച്ചു വെക്കണം. അതിന്റെ ഓർമ്മയിലേക്ക് അവിടെ ചടങ്ങായി മാറി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വിവിധ ഗ്രാമങ്ങളിൽ ചോറ്റാനിക്കരയുണ്ട്, അന്നമനടയുണ്ട്, ഇവിടേക്ക് വരുമ്പോൾ ഈ മേഖല മുഴുവനുണ്ട്. തൃശ്ശൂർ പല്ലാവൂരിലേക്ക് പോകുമ്പോൾ പാലക്കാട്, ഇങ്ങനെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ പടർന്നു കിടക്കുന്ന വളരെ വിശാലമായൊരു ഭൂമികയുണ്ട്, മേളത്തിന്റെ ഭൂമികയുണ്ട്. ആ മേളത്തിന്റെ കുലപതികളൊക്കെ ഈ പ്രദേശത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. ഈ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് കൊട്ടിപ്പഠിച്ചവരാണ്, അവിടെ പൂരം അനുഭവിച്ചവരാണ്. ഇത് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഇതിഹാസങ്ങളായി മാറിയിട്ടുള്ളത്. അപ്പോഴും ഞാനൊരു കാര്യം പറയാം ദിവിഷേ, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഒറ്റച്ചണ്ടയുമായി കിലോമീറ്ററുകളോളം നടന്നു പോകുന്ന വാദ്യക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരാണ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവർ നടന്നു തീർത്ത വഴികളാണ്, അവർ കൊട്ടിത്തീർത്ത അവരുടെ വാദ്യങ്ങളാണ് ഇന്ന് എലഞ്ഞിത്തറ മേളത്തിൻ്റെയും മടത്തിൽ വരവിൻ്റെയും മറ്റോരോ മേളത്തിൻ്റെയും അതിൻ്റെ തികവായി പരിണമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട പ്രത്യേകത. ദിവിഷ പറയുന്ന പോലെ തന്നെ ഇവിടെ മേളക്കാരെ പോലെ തന്നെ അതറിയാവുന്നവരാണ് കാണികൾ. പ്രേക്ഷകരിന്റെ കാതുകളെ കബളിപ്പിക്കാനാവില്ല എന്ന് ഇവിടെ മേളക്കാർക്കും അറിയാം. അതാണ് തൃശ്ശൂർ പൂരത്തിന്, അത് ഒരു കോമ്പിനേഷനാണത്, ഒരു ഗിവ് ആൻഡ് ടേക്ക്. അത് എത്ര കൊടുത്തോ അത്ര കിട്ടും, എത്ര കിട്ടുന്നോ അതിനനുസരിച്ച് കൊടുക്കും. ആ വിധത്തിലുള്ള ഒരു മനോഹരമായ ഒരു കൊടുക്കൽ വാങ്ങൽ കൂടി തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നുണ്ട്. അത് തൃശ്ശൂർ പൂരം മാത്രമല്ല, ഈ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലുള്ള ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിൽ അത് നമുക്ക് കാണാനാവും. ആ മനോഹരമായ കാഴ്ചയുടെ തികവാണ് ചൂരക്കോട്ടുകാവ് നടപ്പന്തലിൽ പാണ്ടി കൊട്ടുമ്പോൾ പിന്നാലെ പഞ്ചവാദ്യത്തിനായി ലാലൂരമ്മ കടന്നു വരുന്നു.
അപ്പുറത്ത് മഠത്തിൽ വരവിലേക്ക് തിരുവമ്പാടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ നെറ്റിപ്പട്ടം കെട്ടുകയായിരിക്കും തിരുവമ്പാടിയുടെ ആനകൾ. അതെ, ഇതൊരു ചെയിൻ പോലെയാണ്, ഒരു ചെയിനായിട്ട് മാലകൾ കോർത്തത്, മുത്തുകൾ കോർത്തതുപോലെ മേളം ഇങ്ങനെ കോർത്തെടുത്താണ്. നമ്മൾ തുടങ്ങിയപ്പോൾ രാവിലെ കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടി തുടങ്ങിയ മേളമാണ്. അത് നിലയ്ക്കുന്നില്ല, അതായത് ചെണ്ടയുടെ ശബ്ദം നിലയ്ക്കാത്ത ഒരു 36 മണിക്കൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പൂര കാഴ്ചയെ തൃശ്ശൂർ പൂരത്തെ വിശേഷിപ്പിക്കാം. രാവിലെ മഠത്തിൽ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 11 മണിയോടെയാണ് മഠത്തിൽ വരവ് ആരംഭിക്കുക. പഞ്ചവാദ്യം പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പൂരത്തിന്റെ മഠത്തിൽ വരവ്, ആ പഞ്ചവാദ്യത്തിന് മധുരം അല്പം കൂടുതലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം.